അതിരും തീരവുമില്ലാത്ത ദൈവമേ, അവിടുത്തെ മക്കളാന്ന് ഞങ്ങൾക്ക് സന്നിധാനം ചേർന്ന് വന്ന് പാടുവാനും പ്രാർത്ഥിപ്പാനും വചനം കേൾപ്പാനും അവിടുന്ന് തുണയ്ക്കുന്നുണ്ട്. സ്തോത്രം. വചനമായ യേശുവേ, തിരുക്കൃപയും തിരുസാന്നിധ്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംഭാഷിക്കണമേ. അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 66-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 66-ാമത്തെ വാക്യം. യഹൂദ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. Gospel according to St. Luke, chapter 1, verse 66. And all that heard them laid them up in their heart, saying, What then shall this child be? For the hand of the Lord was with him. നമ്മുടെ നാട്ടിലെ അടിയന്തരങ്ങളൊക്കെ പ്രത്യേകമായി നടക്കുമ്പോൾ കാലേ കൂട്ടി അതിനുവേണ്ടി പരിശ്രമിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തന സന്നദ്ധമാക്കുക എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് ഒരു വിവാഹം അത് നിശ്ചയിച്ച് കഴിയുമ്പോൾ അല്ല, അതിനു മുമ്പ് തന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. മാമോദീസ, പ്രസവം, ദീർഘകാലത്തേക്കുള്ള യാത്ര, ഇതെല്ലാം നമ്മെ ഒരുക്കത്തിനും തയ്യാറെടുപ്പിനും ഇടയാക്കും. ഈ മാരാമൺ മഹായോഗം 129 വർഷമായി എത്രയോ പരിണാമങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കോഴഞ്ചേരിയിൽ പാലമില്ലാത്തൊരു കാലം, പിന്നീട് ഈ വിശാലമായ സ്ഥലം തിരഞ്ഞെടുത്ത് എവിടേക്ക് കൺവെൻഷൻ മാറ്റുക, 2 സൈഡിലും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു കാലം, പാലമില്ലാതിരുന്ന കാലം, കൊച്ചു കുട്ടിപ്പന്തലുകൾ ഇല്ലാതിരുന്നൊരു കാലം, വള്ളത്തേൽ ആളുകൾ വന്ന് താമസിച്ച് കൺവെൻഷൻ കേട്ടുകൊണ്ടിരുന്ന കാലം, ആളുകൾ ഏറ്റു പറയുമ്പോൾ 3-4 പേര് നിന്ന് ഏറ്റു പറഞ്ഞ് അങ്ങേയറ്റം വരെ പ്രസംഗിക്കുന്നൊരു കാലം, റാന്തൽ തൂക്കി യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലം. പിന്നീട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇലക്ട്രിസിറ്റി വയ്ക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കാൻ കൂടിയപ്പോൾ 2 പ്രാവശ്യം ആളുകൾ അതിനെ എതിർത്തു. റാന്തൽ മാത്രം മതി എന്നൊരു കാലം. ഈ വർഷത്തെ ഈ കൺവെൻഷൻ തന്നെ 1 വർഷം മുമ്പ് അതിനുള്ള ആലോചനയാണ്. എത്രയോ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, കർട്ടന് പുറകിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ. ഈ കാലത്ത് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് തോന്നാം. എന്നാലും ഒരു പരിപാടി ഭംഗിയായി പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അറിവ് വേണം, ആൾക്കാർ വേണം, സന്നദ്ധരായ സമൂഹം വേണം, പണം വേണം. ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എത്ര നാളത്തെ തയ്യാറെടുപ്പ് കാണും? എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. കാലം കണക്കാക്കുന്നതിൽ നാമും ദൈവവുമായിട്ട് വലിയ വ്യത്യാസമാണ്. 90-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിന് 1000 സംവത്സരം നമ്മുടെ ഒരു ദിവസം പോലെയാണ്. രാത്രിയിലെ ഒരു യാമം പോലെ ഉള്ളൂ ദൈവത്തിന് 1000 ദിവസം. സൃഷ്ടി കഴിഞ്ഞ് വീഴ്ചയുണ്ടായെന്ന് തിയോളജിയൻസ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനോമുഖരത്തിൽ അന്ന് തന്നെ ഒരു ജനനത്തെക്കുറിച്ച് വീണ്ടും ജനങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവികമായ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അവതാരം നടന്നത് എന്ന് പറയുന്നു. ലോകാരംഭം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ 13-ാം അധ്യായത്തിൽ
ലോകാരംഭത്തിൽ തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ, അനുസരണം കെട്ടുപോയ ഈ സമൂഹത്തെ, ജനത്തെ ഒന്നായി ചേർക്കണം. അനുസരണക്കേട് മൂലം ദൈവത്തിൻ്റെ തേജസ് മനുഷ്യന്, ആദാമിന് നഷ്ടപ്പെട്ടു. ആദാമിന് നഷ്ടപ്പെട്ട ഈ തേജസ്സെ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരു അവതാരം. മറുരൂപമലയിൽ കർത്താവ് ആർക്കും വെളുപ്പിച്ചുകൂടാതെ വണ്ണം അതിലും വലുതായ ഒരു വെള്ള വസ്ത്രം ധരിച്ച് തേജോമയനായി നിൽക്കുകയാണ്. ദനഹ പെരുന്നാളിൽ ദൈവം ഒരു മനുഷ്യനോട് ഏകീഭവിച്ചുവെങ്കിൽ മറുരൂപമലയിൽ ഒരു കൊറോണേഷനാണ്. ഒരു പൂർണ്ണ മനുഷ്യൻ്റെ പൂർണ്ണ സൗന്ദര്യം, ആദാം നഷ്ടപ്പെടുത്തിയ സൗന്ദര്യം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ തിരുപ്പുറപ്പാട്. അതാണ് തിരു അവതാരത്തിൻ്റെ രഹസ്യം. ക്രിസ്തു ജനനത്തിന് മുൻപേ 1000 വർഷത്തിന് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യഹൂദൻ്റെ ഏക പ്രത്യാശ മോശയിലായിരുന്നു. ഒരു പുതിയ മോശ ഉണ്ടാവും. മോശ മരിക്കുന്നതിന് മുമ്പേ ജനങ്ങളെ അത് പഠിപ്പിച്ചിരുന്നു. ഡ്യൂട്രോണമി ചാപ്റ്റർ 18:18, ആവർത്തന പുസ്തകം 18:18. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. മോശയുടെ കാലം മുതൽ യേശുവിൻ്റെ കാലം വരെ യഹൂദ ജനം ഒരു മോശയ്ക്ക് വേണ്ടി നോക്കി പാർത്തിരുന്നു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ്? ജനങ്ങളെന്ത് പറയുന്നു, നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പ്രവാചകന്മാരിൽ ഒരുവൻ. അത് പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്ന മോശ എന്ന പ്രവാചകനെക്കുറിച്ച് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഈ തിരുപ്പറവയോട് ചേർന്ന് മറ്റൊരു പറവയെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ. കാലത്തിൻ്റെ തികവിൻ്റെ പുസ്തകത്തിൽ ആദ്യ അധ്യായമാണ് സ്നാപകൻ്റെ ജനനം. അതിനായുള്ള ദൈവിക പദ്ധതി എത്ര വിപുലമാണ്. ഗബ്രിയേൽ മാലാഖ സെഖര്യാവിനോട് പറയുന്നു, നിൻ്റെ ഭാര്യ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ലോകത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനിക്കുന്നു. നമുക്ക് ജനിക്കാൻ ഒരു കാലം ദൈവം ക്രമപ്പെടുത്തി തരുന്നു. എവിടെ ജനിക്കണം, എന്ന് ജനിക്കണം, എത്ര നാൾ ജനിക്കണം, എത്ര നാൾ ജീവിക്കണം, മാതാപിതാക്കൾ ആരാണ്, കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, എല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ സെഖര്യാവ് എന്ന ഒരു പുരോഹിതൻ. ആരാണ് പുരോഹിതൻ? ജനത്തെ മുമ്പിൽ നിന്ന് നയിക്കുന്നവനാണ് പുരോഹിതൻ. ജനത്തെ സീയോനിലേക്ക് നയിക്കുന്നവനാണ് പുരോഹിതൻ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിൽ നിന്ന് അഹ്റോനെയും മക്കളെയും പുരോഹിതന്മാരായി അവരോധിക്കുന്നതിനെക്കുറിച്ച് മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നു. പുരോഹിതൻ സ്വയം ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതല്ല എന്ന് അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല എന്ന് എബ്രായ ലേഖന കർത്താവ് പഠിപ്പിക്കുന്നു. ഞാൻ വൈദികനാകാൻ യോഗ്യൻ, ഞാൻ മെത്രാനാകാൻ ഉത്തമൻ എന്നൊരുവൻ പറഞ്ഞു തുടങ്ങിയാൽ അത് തന്നെ ഈ സ്ഥാനത്തിന് അനർഹനെന്ന് തെളിയിക്കുകയാണ്. എന്താണ് പുരോഹിതൻ്റെ ധർമ്മം? പുരോഹിതൻ വിശുദ്ധ വസ്ത്രം ധരിച്ച് യഹോവയുടെ മുൻപാകെ നിൽക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12-ൻ്റെയും പേരുകൾ കൊത്തിവെച്ച പതക്കം ചുമലിൽ വെച്ച് പ്രാർത്ഥിക്കണം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. സകല ജനത്തെയും വഹിച്ചുകൊണ്ട് ദൈവമുൻപാകെ നിൽക്കുക ഒരു പുരോഹിത ധർമ്മമാണ്. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പൗരോഹിത്യം വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ സ്നാനം മൂലം ക്രിസ്തു ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട എല്ലാവർക്കും ഈ ദിവ്യ പദവി നൽകിയിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ക്രിസ്തു വിശ്വാസിയുടെ പദവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാകുന്നു.
1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. നമ്മുടെ വിശുദ്ധ കുർബാന മധ്യേ കാർമ്മികനായ വൈദികൻ പ്രകാരം പ്രാർത്ഥിക്കുന്നു: നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ച് ഇല്ലാതെയാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വലിപ്പവും പെരുപ്പവുമുള്ളതായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിൻ്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിൻ്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൗരോഹിത്യ ധർമ്മം പാലിക്കാത്ത ജനത്തെക്കുറിച്ച് ദൈവിക വേദന യെഹെസ്കേൽ പ്രവാചകൻ നമ്മെ വെളിപ്പെടുത്തുന്നു. യെഹെസ്കേൽ 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ദൈവത്തിൻ്റെ സങ്കടമാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്ലീഡ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു, ആരെയും കണ്ടില്ല. നമ്മെക്കുറിച്ചാവാം. ഈ വലിയ നോമ്പ് കാലം പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കാലമാണ്. ദൈവഭയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹം, മനുഷ്യ നന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമൂഹം, സത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്, ധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമൂഹം, നീതിയിൽ നിന്ന് സമൂഹവും രാഷ്ട്രവും സർക്കാരും ട്രാക്ക് തെറ്റി ഓടുന്ന ഒരു കാലം, ദൈവ സഹായത്തിന് വേണ്ടി അർത്ഥിക്കേണ്ട ഒരു കാലം. ജനത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, സഭയെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥന, ലോകത്തിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യുക്രൈൻ റഷ്യ എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ട്? തീരുന്നില്ലാത്ത യുദ്ധം, ഗസായിലുള്ള വലിയ യുദ്ധം, പലസ്തീൻ ജനതയുടെ പ്രയാസം, യഹൂദൻ്റെ യുദ്ധം, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്നതും ദൈവത്തോട് അർത്ഥിക്കേണ്ട സമയമാണ്. ഈ നോമ്പുകാലം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിൻ്റെ മധ്യസ്ഥത പോലെ ആയിരിക്കണം നമ്മുടേതും. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 23 വാക്യത്തിൽ ദൈവം തന്നോട് തന്നെ പറയുന്നു, അബ്രഹാമിനോട് വെളിപ്പെടുത്താതെ എന്ത് ചെയ്യും? സോദോം ഗോമോറ നശിപ്പിക്കാൻ പോകുന്നു. അബ്രഹാമിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അബ്രഹാം ചോദിക്കുകയാണ്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുമോ? ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. അബ്രഹാം കണക്കൂട്ടി കാണും. സഹോദരപുത്രൻ ലോത്ത്, ഭാര്യ, 2 പെൺമക്കൾ, വിവാഹം ചെയ്യാനുള്ള 2 പേര്, പിന്നെ ഒരു 4 ജോലിക്കാർ, ആയിരക്കണക്കിന് ജോലിക്കാരുള്ളവർ കൂട്ടത്തിൽ 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ, 10 പേർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല എന്ന് പറയുമ്പോൾ നശിപ്പിക്കരുതേ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. മോശയുടെ മധ്യസ്ഥത. ഒരു ദൈവം ഇതാകുന്നു എന്ന് പറഞ്ഞൊരു കാളക്കുട്ടിയെ പൊന്നുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രോഷം കൊണ്ട് തിളച്ച മോശ ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ 2 പൊട്ടിച്ച് കളഞ്ഞിട്ട് വരികയാണ്. എന്നിട്ട് ദൈവത്തിന് മുമ്പാകെ കവിണ്ണ് കിടക്കുകയാണ് 40 ദിവസം. ദൈവമേ, നീ കൊണ്ടുവന്ന ഈ ജനത്തെ നശിപ്പിക്കരുതേ ദൈവമേ. ആളുകൾ കേട്ടാൽ എന്ത് പറയും? മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നല്ലോ എന്ന് പറയുമല്ലോ. നശിപ്പിക്കരുതേ ദൈവമേ, പകരം എൻ്റെയും കുടുംബത്തെയും കൊന്നുകളയുക എന്ന് പറയും. ഇതാണ് മധ്യസ്ഥത. ഇതാണ് ദൈവത്തോടുള്ള മധ്യസ്ഥത. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 18 മുതൽ വാക്യത്തിൽ ഇതാണ് പറയുന്നത്. യോനാ പ്രവാചകൻ്റെ പ്രവചനം. യോനായിൽ കൂടെ ആ ജനത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്ലാനും അതിൻ്റെ അകക്കാമ്പും അടുത്തറിഞ്ഞ യോന ദൈവം ദയാലുവാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് പങ്കിടാൻ കഴിയാതിരുന്ന യോനായെ പിന്നെയും ദൈവം നിർബന്ധിച്ച് അയക്കുകയാണ്. രാജാവും ഭൃത്യന്മാരും ഒന്നിച്ച് രട്ടെടുത്ത് ദൈവം മുമ്പിൽ അനുതപിക്കുകയാണ്. കനിയണമേ ദൈവമേ, ദേശത്തെ നശിപ്പിക്കരുതേ എന്ന് പറയുന്നു. യോനായെ പ്രബുദ്ധനാക്കിയ ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്കാണ്, 1,20,000 ചില്ലുവാനും ജനങ്ങളും മൃഗങ്ങളും നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോഭാവമില്ലയോ? 1,20,000 ചില്ലുവാനും ജനങ്ങളും മൃഗങ്ങളും നശിച്ചു പോകുന്നതിൽ എനിക്ക് അയ്യോഭാവമില്ലയോ?
ഇതാണ് ദൈവത്തിന് എന്നേക്കും എക്കാലത്തേക്കുമുള്ള ജനങ്ങളോടുള്ള മനോഭാവം. നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥത യോഹന്നാൻ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ, നീ എനിക്ക് തന്ന മഹത്വം കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കണം. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം, നീ എനിക്ക് തന്ന ജനങ്ങൾ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കണം. ആരും പോലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ള അദമ്യമായ കർത്താവിൻ്റെ ആഗ്രഹം ഇവിടെ പറയുന്നു. ജനം യഥാസ്ഥാനപ്പെടുന്നതിന് ഈ പ്രാർത്ഥനാകാലം നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, നിൻ്റെ ജനത്തോട് കനിവുണ്ടാവണമേ, ദൈവമേ, നിൻ്റെ സഭയോട് കനിവുണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക ആരാധന ക്രമമായും ചിട്ടയായും നടക്കണമെന്ന് ദൈവത്തിന് എന്നും താല്പര്യമുണ്ട്. വിശുദ്ധനായ കർത്താവിനെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ രാജാവിൻ്റെ കാലത്ത് ലേവ്യർ 30 വയസ്സിന് മുകളിൽ 38,000 പേരാണ് ഉണ്ടായിരുന്നത്. 20 വയസ്സിന് മുകളിൽ ഉള്ള 24,000 പേരുണ്ടായിരുന്നു. ഇവരായിരുന്നു ദേവാലയത്തിലെ ആരാധനയ്ക്ക് സഹായമായിരുന്നവർ. ദേവാലയത്തിലെ ആരാധനയ്ക്കായി ഇവരെ 24 ഡിവിഷനായി ദാവീദ് രാജാവ് തിരിച്ചു. വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷക്കാരായി ഇവരെ നിയമിച്ചു. ഓരോ ഘട്ടത്തിലേക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ 1000 പേര് വീതമുള്ള കൂറുകളെ ഡിവിഷനിൽ നിന്ന് നറുക്കെടുത്ത് അവരെ നിയമിക്കുന്നു. അപ്രകാരം അഹരോന്യ പൗരോഹിത്യവും അബിയ എന്ന കൂറിൽ ഉൾപ്പെട്ട സഖര്യാ പുരോഹിതന് നറുക്കെടുപ്പിലൂടെയാണ് ദേവാലയ ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുന്നത്. ഇതൊരു ദൈവിക നടത്തിപ്പായി നമുക്ക് കാണാം. അനുഗ്രഹീതമായൊരു കുടുംബം ദൈവം നമുക്കത് കാണിച്ചു തരുന്നു. സഖര്യാ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത് പുരോഹിത കുടുംബത്തിൽപ്പെട്ടയാളാണ്. അഹരോൻ്റെ ചാർച്ചയിൽപ്പെട്ടയാളായിരുന്നു. അവരിരുവരും ചേർന്നാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത്. നമ്മുടെ വൈദികരെ ഭാര്യമാരെ ബസ്കിയാമോ എന്ന് നാം വിളിക്കുന്നു. ഉടമ്പടിയുടെ കൂട്ടവകാശി എന്നാണ് അർത്ഥം. അവരിരുവരും ചേർന്ന് ഒന്നായിട്ടാണ് ഇടവക ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. ബന്ധങ്ങൾ ശിഥിലമാകാതെ പോകണമെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ദൈവബോധമുള്ളവരും ദൈവഭയമുള്ളവരും തിരുവചനത്തിന് കീഴ്പ്പെടുന്നവരുമായിരിക്കണം. സുറിയാനി ക്രിസ്ത്യാനികളുടെ ബലം അവരുടെ കെട്ടുറപ്പുള്ള കുടുംബങ്ങളായിരുന്നു. മഹാനായ അലക്സാണ്ടറുടെ സാമ്രാജ്യം തകർന്നു പോയത് ഓഫീസേഴ്സിൻ്റെ കലഹവും കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചയുമായിരുന്നു. ഇത് നമുക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. സഖര്യാ പുരോഹിതനെക്കുറിച്ച് ഭാര്യ എലിസബത്തിനെക്കുറിച്ചും വേദപുസ്തക സാക്ഷ്യം അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരിക്കും. നല്ല കുടുംബം. നമ്മുടെ വിവാഹങ്ങൾ എങ്ങനെയാണ്? ഈ കാലത്തെ വിവാഹം അതൊരു പുനർചിന്തനയ്ക്ക് ആവശ്യമുണ്ട്. ധൂർത്തും ആർഭാടവും വർദ്ധിച്ചു വരുന്നു. വിവാഹം എന്ന കൂദാശ ഒരു ചടങ്ങിലേക്ക് താണുപോയിരിക്കുന്നു. ആരാധനയിൽ ഭക്തിയും വിശ്വാസവും ചോർന്നു പോകുന്നു. പള്ളി ഒരു കല്യാണ മണ്ഡപം പോലെ ആളുകൾ കരുതുന്നു. ഇതിനിടെ ഒരു കിരീടധാരണം നടക്കുന്നു. ദൈവമാണ് കാർമ്മികൻ, സ്വർഗമാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് സഭ പറയുമ്പോൾ ഒരു ഫേക്ക് കിരീടവുമായി മണവാട്ടികൾ വരികയാണ്. മോതിരവിരലിൽ മോതിരവുമായി വന്നാൽ എന്ത് ചെയ്യും? ഇതിനു മുമ്പ് കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കേണ്ടി വരും. ഒന്നും ഒരുങ്ങാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ കല്യാണങ്ങൾക്ക് വേണ്ടി വരുന്നു. പൊതുവെ ഒരു ശബ്ദ കോലാഹലം, വിരസമായ ആരാധന, വികൃതമായ വേഷവിധാനം, ഇതെല്ലാം ഈ വലിയ കുദാശയെ അതിന് ഉന്നതിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്ന ഇടപാടുകളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മാതൃകയായ ഒരു കുടുംബം കാണാം. വൃദ്ധനായ ഒരു പിതാവ് അബ്രഹാം, ഭാര്യ സാറ മരിച്ചു, ഏകമകൻ ഇസഹാക്ക്, വീടിൻ്റെ കാര്യസ്ഥൻ എലയാസർ. മകൻ്റെ വിവാഹത്തിന് എലയാസിനെ അബ്രഹാം പിതാവ് ക്രമപ്പെടുത്തുന്നു. തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകളെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ, സേവന സന്നദ്ധതയോടുകൂടി ഒരു മനസ്സുള്ള ആൾ, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ ശേഷം എലയാസറിനെ വിടുന്നു. എലയാസറും പ്രാർത്ഥിക്കുന്നു, അബ്രഹാമും പ്രാർത്ഥിക്കുന്നു. ചെന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പോലെ ഒരു പെൺകുട്ടിയെ റിബേക്കയെ കണ്ടെത്തുന്നു. പെൺകുട്ടിയുമായിട്ട് മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ വരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ഒരു കുടുംബം ഐക്യപ്പെടുന്നതിനും നിലനിൽക്കുന്നതിനും സ്ഥായിയാകുന്നതിനും പിന്തുടർച്ചയുള്ള കുടുംബങ്ങൾ നിൽക്കുന്നതിനും ശിഥിലമാകാത്ത കുടുംബങ്ങൾ ക്രമപ്പെടുന്നതിനുമുള്ള ദൈവിക പദ്ധതി ഇതാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നു. സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇരുവരും ദേഹമായി തീരും, അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എത്രയോ വിവാഹങ്ങളാണ് പൊട്ടിപ്പൊട്ടിപ്പോകുന്നത്. കെട്ടുന്നത് തന്നെ പൊട്ടാൻ വേണ്ടിയെന്ന് പലരും തോന്നിപ്പോവും. ഒരാഴ്ച പോലും കൂടി നിൽക്കാതെ ഒരു വിവാഹബന്ധം, ഒരു മാസം പോലും നിൽക്കാതെ. എത്രയോ സിംഗിൾ പേരൻസാണ് നമ്മുടെ ചുറ്റും. എത്രയോ അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമുക്ക് ചുറ്റും. ഒരു കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് മുഴുവൻ ഭദ്രമായ കുടുംബജീവിതമാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു? ദൈവത്തിനാണോ പണത്തിനാണോ സ്വാധീനം? നാം ചിന്തിക്കണം, വിവാഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. തക്സോ ദുസുവാഗോ, വിവാഹത്തെക്കുറിച്ച് സുറിയാനി പദം അങ്ങനെയാണ്. തക്സോ ദുസുവാഗോ, ഒരുമിപ്പിക്കൽ, കൂട്ടിയോജിപ്പിക്കൽ എന്ന് പറയും. ഒരു നുകം എന്നാണ് വാച്യാർത്ഥം. ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണി, ബന്ധിപ്പിക്കുന്ന ഒന്ന്. ഇത് എൻ്റെ നടുവിൽ ഇരിക്കുന്നത് കർത്താവാണ്. യേശു പറയുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുമാകുന്നു. ഹൂ ഈസ് ദ ബോസ് ഇൻ ദ ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് തന്നെ എന്ന് പറയാൻ ഇരുവർക്കും കഴിയണം. അപ്പോൾ മാത്രമേ ശിഥിലമാക്കാത്ത ഒരു വീട് ക്രമപ്പെടാൻ സാധിക്കുള്ളൂ. വീട് പണിയുന്ന രണ്ടുപേരെ മത്തായി സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. 7-ാം അധ്യായം 24 മുതൽ. രണ്ടുപേർക്കും പരിസ്ഥിതികൾ ഒരുപോലെയാണ്. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്. എന്നാൽ പാറമേൽ പണിത വീട് മാത്രം സ്ഥായിയായിരുന്നു. മണലിന്മേൽ പണിത വീട് തകർന്നു പോയി. നമ്മുടെ വീട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒന്നായില്ലെങ്കിൽ തകർന്നു പോകും. കർത്താവ് കേന്ദ്രമായൊരു കുടുംബം അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ദൈവത്തെ ഭയപ്പെടണം. ദൈവകൃപയിൽ മുതിർന്നു വരാൻ സാധിക്കണം. നമ്മൾ യഥാസ്ഥാനപ്പെടണം. വിശ്വാസത്തിൽ സ്ഥിരമാനുസാരിക്കണം. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. വീട്ടിലെ വഴക്കുകൊണ്ടാണ് പല കുട്ടികൾക്കും വിവാഹം വേണ്ട എന്ന് പറയുന്നത്. വിവാഹത്തെ ഭയപ്പെടുന്ന കുട്ടികൾ നമ്മുടെ കൂടെ വർദ്ധിച്ചു വരുന്നു. എന്ത് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കും? ഡോക്ടർ സീമേൻ എന്ന് പറയുന്നൊരു പ്രസംഗൻ മാരാമൺ കൺവെൻഷൻ വന്നിരുന്നു. അമേരിക്കക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങളും വിവരങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയാണ് വീടെങ്ങനെ, കുട്ടികളെങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 കുട്ടികൾ, 3 പെൺമക്കൾ. 10 വയസ്സായപ്പോൾ അതിൻ്റെ താഴെയോട്ടുള്ള കുട്ടികളോട് ഈ അപ്പൻ ചോദിക്കുന്നു, നിനക്ക് ആരാകണം? മൂത്തവൾ പറയുന്നു, എനിക്കൊരു ഡോക്ടറാകണം. രണ്ടാമത്തവൾ പറയുന്നു, എനിക്കൊരു എൻജിനീയർ ആകണം. 5 വയസ്സുള്ള കുട്ടി പറയുന്നു, എനിക്കൊരു അമ്മയാകണം. ഡോക്ടർ സീമൻ പറയുന്നു, അവളുടെ ആഗ്രഹം പോലെ അവളൊരു വീട്ടമ്മയായിട്ട് ജീവിക്കും. 2 മക്കളെ അവൾ പോറ്റി വളർത്തുന്നു. യാതൊരു പ്രശ്നമില്ല. മറ്റ് ചേട്ടത്തിമാർ വ്യത്യസ്തമായ തലത്തിൽ പോയെങ്കിലും ഒരമ്മയാകാൻ കുട്ടികളെ ചെറുപ്പം മുതലേ നാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. തകരുന്ന കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റും. വിശ്വാസം വിട്ടകലുന്ന യൗവനക്കാർ, അമിത വേഗത്തിൽ വിവാഹത്തിൽ ഏർപ്പെടുന്നവർ, തൊലിക്കകത്തേക്ക് വിശ്വാസവും ആത്മീയതയും കടന്നു ചെല്ലാത്തവർ. ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കെങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാം? മുടങ്ങിയ കുടുംബ പ്രാർത്ഥന പുനഃസ്ഥാപിക്കണം. എന്നാൽ തോമസ് തിരുമേനി അത് പ്രത്യേകം പറഞ്ഞാണ്. സഭയുടെ വലിയ താല്പര്യമാണ്. നിങ്ങളെല്ലാവരും ഈ പന്തൽ കീഴേ ഇരിക്കുന്നത് നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, നിങ്ങളുടെ പേരൻസിൻ്റെ നന്മ കൊണ്ടാണ്. അവരെത്ര സത്യസന്ധരും പരമാർത്ഥികളുമായിരുന്നു. അതിലുപരിയായി കർത്താവിനെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങും തോറും കുടുംബങ്ങൾ ഛിന്നിച്ച് പോകും. ഇന്ന് പോലും എനിക്ക് നിങ്ങളോടുള്ള വന്നത്, നിങ്ങൾ വന്നത് നന്നായി. എന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു തീരുമാനമെടുത്ത് പോകണം. നമ്മുടെ വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എല്ലാവരും ചേർന്ന് ഉണ്ടായിരിക്കണം. ഈ ഒരു നിശ്ചയം മതി ഈ കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെടുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ. നിങ്ങളത് ശ്രദ്ധിക്കണം. കുട്ടികളൊന്നിച്ച് ജീവിപ്പാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അവിടെ ഒരു തമാശ പറയണം. ജീവിതം വളരെ ക്രിട്ടിക്കലായി പോകുന്ന സമയത്ത് അത് ലഘുവാക്കാൻ തക്കവണ്ണമുള്ള പരിപാടികൾ നിങ്ങൾ ക്രമപ്പെടുത്തണം. ഒന്നിച്ച് പള്ളി ആരാധനയിൽ പങ്കെടുക്കണം. ദൈവം കേന്ദ്രമായ വീടുകൾ പണിയുക. യു ആർ അക്കൗണ്ടബിൾ ബിഫോർ ദ ലോർഡ് എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം. ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും കാരണമാകാൻ ദൈവം നിയോഗിച്ചതാണ് നസറത്തിലെ യേശുവിൻ്റെ വീട്. എന്നുമെന്ന് എങ്ങനെ ഇരിക്കണം നല്ല വീട്, നല്ല കുടുംബം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ഒരു ഹ്യൂമനായതും ദൈവം ഒരു വീട്ടിലെ സന്തതിയായി ജനിച്ചതും. കൂടുതൽ വിവരങ്ങളൊന്നും ആ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഉള്ളത് തന്നെ ധാരാളം.
12 വയസ്സായപ്പോൾ പെരുന്നാളിൽ നമസ്കരിക്കാൻ പോയ ആ കുടുംബം മറ്റു കൂട്ടുകാരോടും കുടുംബക്കാരോടും ചേർന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ യേശു എന്ന ബാലനെ കാണുന്നില്ല. 3 ദിവസം അവർ തിരഞ്ഞു. 3-ാം ദിവസം തിരികെ ദേവാലയത്തിൽ വന്നപ്പോൾ തൻ്റെ ഓമന മകൻ മധ്യത്തിലിരുന്നു കൊണ്ട് ഗുരുക്കന്മാരുമായി പഠിക്കുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. വികാരാധീനയായ പരിശുദ്ധ കന്യക മകനോട് പറയുന്നു, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു. അപ്പോൾ മകൻ ഫിലോസഫിയാണ് പറയുന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതില്ല. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഞാനും നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയുന്നതാണ് കുടുംബ ബന്ധത്തിൻ്റെ ഇഴയെടുപ്പമുള്ള ബന്ധം. ഒന്നായി ചേർന്നുകൊണ്ടാണ് മക്കളെ വളർത്തേണ്ടത്. ഒന്നിച്ചാണ് വ്യഥ അവർ പങ്കിട്ടത്. ആത്മബന്ധത്തിലുള്ള വിളി, മകനെ, കുരിശിൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പും കർത്താവിന് ഈ വേദന തന്നെ ഉണ്ടായിരുന്നു. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. കർത്താവും യേശുവും കർത്താവും മറിയയും ഒന്നിച്ചൊരു പാട്ട് പാടിയതാണ് എൻ്റെ ഒരു ചിന്ത. 22-ാം സങ്കീർത്തനം. അല്പം ദൈർഘ്യമുള്ളത് കൊണ്ടാണ് രണ്ടുപേരും ഒന്നിച്ച് ചൊല്ലിയെന്ന് ഞാൻ പറയുന്നത്. മക്കളെ കുരിശെടുക്കാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതി. ഇന്നത്തെ മക്കൾ വിജയം മാത്രമേ കണ്ടിട്ടുള്ളൂ. സർക്കാരും അതിനുവേണ്ടിയാണ് 100% വിജയം. തോൽക്കുന്നവരെ ഇല്ല, തോൽക്കുന്നവരെ അവഗണിക്കുകയും ചെയ്യുന്നൊരു കാലം. കമ്പ്യൂട്ടറുകൾക്കും മൊബൈലുകൾക്കും അപ്പുറം ഒരു ജീവനുണ്ട് എന്ന് പഠിപ്പിക്കണം. പരിശുദ്ധ കന്യകമറിയാൻ ലോകത്തെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, തോൽക്കാൻ കുരിശിലേറാൻ മകനെ പഠിപ്പിക്കുക. എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി. മേരി സ്റ്റൂഡ് അണ്ടർ ദ ക്രോസ്, അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. 30-ാമത്തെ വയസ്സിൽ കാനാവിലെ വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്ക് നിനക്ക് എന്തെന്ന് പറഞ്ഞ കർത്താവിനോട് പറയുന്നു, നിനക്കത് കഴിയും. നിന്നെ മനസ്സിലാക്കിയത് ഞാൻ മാത്രമാണ്. ഒരു ഹ്യൂമൻ ബീയിങ് യേശു ആരാകുന്നെന്ന് നന്നായി കണ്ടതും കേട്ടതും വെളിപ്പെടുത്തിയതും പരിശുദ്ധ കന്യമറിയാമാണ്. നീ ആരാണെന്ന് എനിക്കറിയാം. സമയമായില്ല എന്ന് പറഞ്ഞു. സമയമായി മകനെ, ഇനി 3 വർഷമേ ഉള്ളൂ. അതിനുള്ളിൽ നിൻ്റെ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. നിനക്കത് കഴിയും. പരിശുദ്ധ കന്യമറിയാവിൻ്റെ ഫെയ്ത്താണ് ആ കുരിശെടുക്കാനും കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാകാനും കഴിഞ്ഞത്. വിജയത്തിൽ നിന്നും പഠിക്കാനില്ല. തോൽവികളെ വെല്ലുവിളിയാക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ജയിക്കാനുള്ള പടവുകളെല്ലാം അതാണ്. പരാജയങ്ങളുടെ എണ്ണം കൂട്ടുക, കൂടുതൽ വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. സക്രിയാവിനെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും വചനം പറയുന്നു, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. എന്താണ് ദൈവിക നീതി? ദൈവത്തിൻ്റെ സ്വഭാവം അത് എന്തെന്ന് ഗ്രഹിച്ച് നടപ്പാക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. നീതിമാനായ നോഹ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം കൽപ്പിച്ചത് പൂർണ്ണമായി നോഹ വിശ്വസിച്ചു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും എന്ന വചനം പറയുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. തലമുറകൾക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്ത ദൈവം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇസ്ഹാക്കുമായിട്ട് മലമുകളിലേക്ക് പോയത്. ജോസഫ്, മറിയയുടെ ഭർത്താവ്, ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. എന്നാൽ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി യെശയ്യാ പ്രവചനം അവന് പൊരുൾ തിരിച്ച് നൽകി. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവചനം അവൻ ഉൾക്കൊണ്ടു. ജോസഫ് ഉറക്കമുണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയെ ചേർത്തുകൊണ്ടു. ന്യായപ്രമാണപ്രകാരം ധാർമ്മിക രോഷം കൊള്ളേണ്ടെന്നവൻ ഗൂഢമായി സ്വകാര്യമായി ഭാര്യയെ ഉപേക്ഷിപ്പാൻ ശ്രമിക്കുന്നു. ഗർഭിണിയായ ഇവളെ ഉപേക്ഷിപ്പാൻ തീരുമാനിക്കുന്നു. അപമാനം വിഷയമാക്കാൻ അവൻ ശ്രമിച്ചില്ല. നീതിമാൻ്റെ നീതിബോധം ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുമ്പോഴാണ് നീതിമാൻ ആരെന്ന് തെളിഞ്ഞു വരുന്നത്. നീതിമാൻ്റെ നീതിബോധം ദൈവനീതിക്ക് കീഴ്പ്പെടുമ്പോഴാണ് നീതിമാൻ ആരെന്ന് തെളിഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ മനസ്സും ഹൃദയവും വായിക്കാൻ കഴിയുന്നവനാണ് നീതിമാൻ. പലപ്പോഴും അതിൻ്റെ ആഴം ഗ്രഹിപ്പാൻ മാനുഷിക പരിധിയിൽ ഉണ്ടാകില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന്
അവ നിവർത്തിക്കപ്പെടണം. എല്ലാ തലമുറയിലും ലോകത്തിൽ ദൈവ ഉദ്ദേശം നിറവേറ്റപ്പെടുന്നത് അപ്രകാരം സമർപ്പിതരായ അവരിൽ കൂടിയാണ്. നീതിമാന്മാരായവരെ നമുക്ക് കാണിച്ചു തരുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലാണ്. രാജാവ് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും ഒന്നിച്ചു കൂടുന്നു. നന്മ ചെയ്തവരെ വലഭാഗത്തും മറ്റുള്ളവരെ ഇടത്ത് ഭാഗത്തും നിർത്തുന്നു. വലത്ത് ഭാഗത്തുള്ളവരോട് രാജാവ് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, കുടിപ്പാൻ തന്നു. അതിഥിയായിരുന്നു, ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, കാണുവാൻ വന്നു. തടവിലായിരുന്നു, എൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ നീതിമാന്മാർ അവനോട്, കർത്താവേ, എപ്പോൾ അങ്ങനെ സംഭവിച്ചു? ഒരിക്കലും നിന്നെ ഇപ്രകാരം ഞങ്ങൾ സഹായിച്ചിട്ടോ സേവിച്ചിട്ടോ ഇല്ലല്ലോ. അപ്പോൾ കർത്താവ് പറയുന്നു, ഈ ഏറ്റവും ചെറിയ സഹോദരൻ ഒരുത്തിന് ചെയ്ത് എനിക്കായി ചെയ്തു. യജമാനൻ്റെ ഹൃദയം അറിഞ്ഞ് നന്മ ചെയ്യുന്നവനാണ് നീതിമാൻ. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, എപ്പോൾ അങ്ങനെ കണ്ടു? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉണർവോ പാപജീവിത വിരാമം കുറിക്കലോ മാത്രമല്ല, നമുക്ക് ചുറ്റും നീതിക്കായി ഹോമിക്കപ്പെടുന്നവരുടെ മുക്തിക്കായുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉണർവോ പാപജീവിത വിരാമം കുറിക്കലോ മാത്രമല്ല, നമുക്ക് ചുറ്റും നീതിക്കായി ഹോമിക്കപ്പെടുന്നവരുടെ മുക്തിക്കായുള്ള പ്രവർത്തനം കൂടിയാണ്. തൻ്റെ നീതി നടപ്പാക്കുവാൻ ദൈവം പുരോഹിതനായ സഖര്യാവിനായ ഭാര്യ എലിസബത്തിനെ കടാക്ഷിച്ചു. അവർ ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. പുത്രോത്പാദനത്തിന് ശേഷിയില്ലാതിരുന്നൊരു കാലം ഗബ്രിയേൽ മാലാഖ സഖര്യാ പുരോഹിതനോട് പറഞ്ഞു, സഖര്യാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി. എന്തായിരിക്കും സഖര്യാവ് പ്രാർത്ഥിച്ചത്? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തായിരിക്കും സഖര്യാവ് പ്രാർത്ഥിച്ചത്? കൃഷി ഇറക്കുന്നതിന് മുമ്പായി, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പായി നിലം ഒരുക്കുന്ന ശുശ്രൂഷയാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം ഏൽപ്പിച്ചത്. ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുക, പിന്നാലെ വരുന്ന മശിഹായ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തി വയ്ക്കുക. അപരിമയമായ ദൈവശക്തിയുള്ള പരിപൂർണമായ വിശ്വാസമായിരുന്നു എലിസബത്തിനും സഖര്യാവിനും ഉണ്ടായിരുന്നത്. പരിമിതികളെ പ്രോജ്വലമാക്കുന്ന ദൈവിക പദ്ധതി അത് അന്നും ഇന്നും എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത ദൈവം, അതിനും തീരുവുമില്ലാത്ത ദൈവം, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി വിശ്വാസത്തോടുകൂടി അടുത്ത് വരുന്ന ആരെയും ദൈവം കടാക്ഷിക്കും. കൽക്കട്ട ലോററ്റോ കോൺവെൻറ്റിൽ നിന്ന് അൽബേനിയക്കാരി സിസ്റ്റർ ആഗ്നസ് ദൈവവിളി കേട്ട് പരിമിതികളുടെ നടുവിൽ നിന്ന് സാധ്യതയേറിയ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു. അവരുടെ കയ്യിൽ 5 രൂപയുണ്ടായിരുന്നുള്ളെന്നാണ് പറയും. ലോകങ്ങളിലെല്ലാം സന്യാസിനിമാരെ സന്നിവേശിപ്പിക്കാൻ തക്കവണ്ണം അമ്മയ്ക്ക് കഴിഞ്ഞത് ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസവും സമർപ്പണവുമായിരുന്നു. ഈ അമ്മയ്ക്ക് മാത്രമല്ല, ആർക്കും എവിടെയും ആരും ഇപ്രകാരം സന്നദ്ധരായാൽ അവരുടെ മേലെല്ലാം ദൈവം തൻ്റെ കടാക്ഷം ചൊരിഞ്ഞു തരും. സഖര്യാവേ, ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു. അത്ഭുതകരമാണ് ഈ വാർത്ത. നമ്മെ ഓരോരുത്തരെയും ദൈവം പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. നമ്മുടെ എല്ലാം ഗിവൺ നെയിമാണ്, സ്വന്തമായിട്ടിട്ട പേരുകളൊന്നുമല്ല, ഗിവൺ നെയിംസാണ്. ദൈവം പേര് അറിയുന്നു. തലയിലെ മുടി ഒന്നുപോലും പൊഴിയുന്നില്ല, ദൈവം അറിയാതെ ഇല്ല എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ അത്രമാത്രം ദൈവം നമ്മോട് കൂടെയുണ്ട്. എ പേഴ്സണൽ ഗോഡ് കീപ്സ് us അണ്ടർ ഹിസ് പ്രൊട്ടക്ഷൻ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മടുത്തു പോകാത്ത വിശ്വാസവും പ്രതീക്ഷയുള്ള ജീവിതവും നമുക്കുണ്ടാവണം. ജീവിതം ഒരു നിരന്തര യാത്രയാണ്, ഏദനിലേക്കുള്ള മടക്കയാത്ര. ജീവിതം കാത്തിരിപ്പിൻ്റെ കണക്ക് എടുക്കലാണ്. കൃഷിക്കാരൻ മഴയ്ക്കായി നോക്കിയിരിക്കുന്നത് പോലെ, സ്കൂൾ പ്രവേശനത്തിന് കുട്ടികൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് പോലെ, തൊഴിലിനായി വിദ്യാസമ്പന്നർ നോക്കിയിരിക്കുന്നത് പോലെ, വിസായ്ക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന പോലെ, ഗർഭിണികൾ സുഖപ്രസവത്തിന് നോക്കിയിരിക്കുന്നത് പോലെ, മറുപടിയില്ലാത്ത പ്രാർത്ഥനകൾ നമ്മെ അലോരസപ്പെടുത്താം. പ്രാർത്ഥനകളെല്ലാം ദൈവം തൻ്റെ തുരുത്തിയിൽ ശേഖരിച്ച് വയ്ക്കും. ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം മറുപടി തരും. പഴകിയ പ്രാർത്ഥനയ്ക്ക് ഇന്നിൻ്റെ ഉത്തരമാണ് നമ്മുടെ ജീവിതം. ഇന്നിൻ്റെ അനുഭവം നിൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമാവാം. ദൈവത്തിൻ്റെതായ ഒരു സമയത്താണ് ദൈവം കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത്.
വൈകി വന്ന വസന്തം പോലെ സെഖര്യാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മകനൊരു പേര് കുറിച്ച് തന്നു. ജാതകം കൂടി എഴുതിയാണ് ദൈവം വന്നിരിക്കുന്നത്. ജീവിത ഉദ്ദേശം പോലും വെളിപ്പെടുത്തിയിരിക്കുന്നു. സെഖര്യാവിൻ്റെ മടുത്തു പോകാത്ത വിശ്വാസവും പ്രാർത്ഥനയും തണുത്തു പോകാത്ത വിശ്വാസവുമാണ് സെഖര്യാവിനെ പിടിച്ചു നിർത്തിയത്. ദൈവത്തിൻ്റെതായ സമയത്തിന് കാത്തിരുന്നവർ കണക്ക് പറയാതെ ശുശ്രൂഷിക്കുന്നവരാണ്. ഉപേക്ഷിച്ചതിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നവനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഗാഗുൽഥ മലയിലേക്കുള്ള യാത്രാമധ്യേ കുറേനക്കാരൻ ശിമോൻ ചുമന്ന കുരിശ് പോലെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞു വന്ന പലരും കുരിശ് ചുമന്നതിന് ചുമട്ടുകൂലി ചോദിക്കുന്നൊരു കാലമാണിത്. കണക്ക് പറയുകയും ചോദിക്കുകയും ചെയ്യുന്നവർ വർദ്ധിച്ചു വരുന്നു. കേശാദിപാദം സമർപ്പിച്ചവരാണ് വൈദികർ. തലവരെ ദൈവത്തിനെ കീഴ്പ്പെടുത്തിയവരാണ്. എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് സഭാ ശുശ്രൂഷയ്ക്ക് വരുന്നവർ കൂടി വരുന്നു. കുരിശെടുക്കാൻ സന്നദ്ധരായവർ കുറയുന്നു. എന്നും തന്നിൽ പറ്റിച്ചേർന്നാൽ എന്തുണ്ടവനിൽ എന്ന് നാം പാടാറില്ലേ? എന്നും തന്നിൽ പറ്റിച്ചേർന്നാൽ എന്തുണ്ടവനിൽ? ദുഃഖം തീർന്നു, യത്നം നീങ്ങി, സ്വർപ്രാപ്തി. ഈ പാട്ടിൽ നിന്ന് പ്രസക്തി കുറയുകയാണ്. ക്രിസ്തു സഭയുടെ തോൽവി ഇവിടെ ആരംഭിക്കുന്നു. സെഖര്യാവിനോട് ചോദിക്കാം, മിനിസ്ട്രി എങ്ങനെ? ചോദിച്ചതൊന്നും കിട്ടിയില്ലല്ലോ, ദൈവവിശ്വാസത്തിന് ഭംഗം വന്നില്ലല്ലോ. സെഖര്യാവിന് അൾത്താരയിൽ ഒരു അപൂർവ ദർശനമാണ് കിട്ടിയത്. കാണാത്ത കാഴ്ച കണ്ടവനാണവൻ, കേൾക്കാത്ത ശബ്ദം കേട്ടവനാണ്. യെശയ്യാ 6 ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ട ദർശനം പോലെ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ അബ്രഹാം കേട്ട ശബ്ദം പോലെ, നിൻ്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, ഇത് ഞാൻ എന്തോന്നതിനാൽ അറിയും. മാനുഷിക ചിന്തയിൽ സെഖര്യാവ് ചോദിക്കുകയാണ്, തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അപരിമേയ ശക്തിയെ പലപ്പോഴും നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം നാം അനുഭവിക്കുന്നത്. 9 മാസം മൗനിയായി ജീവിച്ച സെഖര്യാവ് പുത്രൻ്റെ ജനനത്തിൽ നൃത്തമാടുന്നു, പരിശുദ്ധാത്മാവിൽ നിറച്ച് തുള്ളുന്നു. ആഗമനകാലത്ത്, സുവാർത്താകാലത്ത് എലിസബത്തിൻ്റെയും സെഖര്യാവിൻ്റെയും ഭവനത്തിൽ പരിശുദ്ധ കന്യകമറിയാം തനിക്ക് ലഭിച്ച ഗബ്രിയേൽ ദൂത സന്ദേശം പങ്കുവയ്ക്കാൻ വരുന്നു. വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ലജ്ജാവതിയായി കഴിയുന്ന തൻ്റെ ചാർച്ചക്കാരിയെ ഈ സന്ദർശനം സന്തുഷ്ടയാക്കി. ഏകാന്തതയിലും ലജ്ജയിലും പരിഹാസത്തിലും കഴിയുന്ന എലിസബത്തിന് കന്യകമറിയാമിൻ്റെ സന്ദർശനം സാന്ത്വനവും സന്തോഷവും പ്രദാനം ചെയ്തു, പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകി. നമുക്ക് ചുറ്റും ഇതുപോലെ ഏകാന്തത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിസ്സഹായർ, പരിഹസിക്കപ്പെടുന്നവർ, പകരം വയ്ക്കാനും പങ്കുവയ്ക്കാനും ഒരാളില്ലാത്തവർ. ഭാര്യ പരപുരുഷനുമായി ഓടിപ്പോകുന്ന വേള, മക്കൾ അന്യമതസ്ഥരുമായി വിവാഹിതരാകുന്ന സമയം, വീട്ടിൽ പെട്ടെന്നൊരു മരണം, നല്ലൊരു ജോലി മധ്യേ പുറത്താക്കപ്പെടുക, ലഹരി ഉപയോഗിച്ച് വീടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാലം, വീട്ടിൽ നടക്കുന്ന ആത്മഹത്യ. ഇതെല്ലാം ഒരു വീട്ടിൽ അടിക്കടി നടക്കുമ്പോഴുണ്ടാകുന്ന മാനസിക ക്ലേശം. ഒരു സാന്ത്വന വാക്ക് പറയാൻ നമുക്ക് സമയമുണ്ടോ, കഴിവുണ്ടോ, ശ്രമിക്കാറുണ്ടോ? ഇവിടെയാണ് ക്രിസ്തീയ ഔദാര്യം. ഇടവക മിഷൻ, സേവികാ സംഘം, സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, ഇവർക്കൊക്കെ ഇതാണ് ജോലി. ഇങ്ങനെയുള്ള ഭവനങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം, ദൈവിക സമാധാനം കൊടുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധ കന്യമറിയാമിനെ പോലെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനും കഴിയും. സാധാരണ ആത്മഹത്യ ചെയ്യുന്ന വീടുകളെ നമുക്കൊരു വെറുപ്പാണ്. ആ വീട്ടിലുള്ളവരുടെ മാനസികമായ പിരിമുറുക്കം വളരെ വലുതാണ്. സംസാരിക്കാൻ ഒരാളില്ല, കാണാൻ ഒരാളില്ല, ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ ഒരാളില്ല. എൻ്റെ ഭദ്രാസനത്തിലെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനൊരു മിഷനുണ്ട്, ഇങ്ങനെ പത്രത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുന്ന ഒരു വീടിന് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോകും. സന്ദർശകരില്ലാത്തൊരു കാലം ചെല്ലും, അല്പസമയം അവരുടെ കൂടെ ഇരിക്കും, കേൾക്കും, പ്രാർത്ഥിക്കും, മടങ്ങിപ്പോരും. സ്വാതന്ത്ര്യം നമുക്ക് പല മുഖാന്തരങ്ങളാണ്. നമുക്കിങ്ങനെയുള്ള ആത്മീയ പ്രവർത്തനം, ജാതി മതഭേദനെ എല്ലാവരോടും പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം. വേനലിൽ ഒരു മഴ പോലെ ആയിരുന്നു പരിശുദ്ധ കന്യകയുടെ സന്ദർശനം. മറിയാമും ആത്മാവ് നിറഞ്ഞ് പാടുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾ മറ്റുള്ളവരുടെ മേലും ആത്മാവിനെ പകരും. വീടിന് രൂപാന്തരം.
എലിസബത്തും സഖറിയാവും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരായി പാട്ട് പാടുന്നു. പരിശുദ്ധ കന്യകമറിയാം ആരാകുന്നുവെന്ന് ആത്മാവിൽ നിറഞ്ഞു നിന്ന് എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് നസ്രത്തിലെ ഈ പെൺകുട്ടി ഭാഗ്യവതിയാണ്, അവൾ ഗർഭിണിയാണ്, അവളുടെ ഉള്ളിൽ സ്വർഗം താണ് ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവ് തന്നോട് പറഞ്ഞത് വിശ്വസിച്ച ഇവൾ ഭാഗ്യവതിയാണ്. കന്യമറിയാം പിന്നീട് പറഞ്ഞു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും. പറഞ്ഞത് നടക്കുമെന്ന് വിശ്വസിച്ച ഇവൾ ഭാഗ്യവതി. നിഖ്യ, കുസ്തന്തീനോസ്, പോലീസ്, എഫെസോസ് എന്നീ സുനകദോസുകളിൽ എത്രയോ പിതാക്കന്മാർ എത്രയോ കാലം പറഞ്ഞ് പഠിച്ചത് ഒന്നാണ് യേശു കർത്താവാണെന്നുള്ള വാക്ക്. യേശു തന്നെ കർത്താവ്, യേശു ഏക കർത്താവ് എന്ന് ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയണം. ഇവിടെ ഇതാ എലിസബത്ത് പാടി പറയുന്നു, ഇവൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ, ഇവളുടെ ഉദരത്തിലുണ്ടായത് ദൈവമാണ്. ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് കന്യാമറിയാം വന്ന് നൃത്തമാടുന്നത്. പട്ടംകൊട വേളയിൽ മേൽപ്പട്ടക്കാർ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ബുദ്ധി ഉപദേശത്തിൽ ഒരിടത്ത് ഒരു സമയത്ത് ഇങ്ങനെ പറയും, അവൻ കന്യകയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നുവെന്ന് നീ വിശ്വസിക്കണം, ഏറ്റുപറയണം. അവൻ കന്യകയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം, ഏറ്റുപറയണം. യേശു കർത്താവാണ്. ആരാണ് കർത്താവ്? ഇതൊരു സെക്യുലർ വേർഡാണ്. കോടതികളിൽ വക്കീലന്മാർ ജഡ്ജിമാരെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. ഗൗണൊക്കെ ധരിച്ച ശേഷം അവർ കുനിഞ്ഞു പറയും, മൈ ലോർഡ്. എന്തിനാണ് ഇദ്ദേഹത്തെ ലോർഡെന്ന് വിളിക്കുന്നത്? ഒരുവനെ കൊല്ലാനും വെറുതെ വിടാനും അധികാരമുള്ളവൻ, ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പിതാവാൻ ദൈവം കൊടുത്ത പേരാണ് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനത്തിൽ പറയുന്നു, 8-ാം അധ്യായം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുഗാഥ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പാട്ട്, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവാൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. That every tongue shall confess that Jesus Christ is Lord, to the glory of God the Father. അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കണം. അതെന്താണ്? യേശു കർത്താവാണ്, യേശു ദൈവമാണ്, യേശു രക്ഷകനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് ഗോഡ് ആൻഡ് സേവിയർ. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരാൾക്ക് യേശു ആരാകുന്നു എന്നും യേശു കർത്താവാകുന്നു എന്നും പറയാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആർക്കും പറയാനൊക്കത്തില്ല. എലിസബത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ അമ്മ. ഓരോ കുട്ടിയുടെയും തലയിൽ അമ്മമാരും മാതാപിതാക്കൾ തലയിൽ കൈവച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പറയണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, യേശു രക്ഷകനാണ്. അടിസ്ഥാന വിശ്വാസം തലയിൽ തന്നെ കൊടുക്കണം. തലയിൽ കൈവച്ച് ഉപനയനം ചെയ്യാൻ 3 പേർക്കാണ് അവകാശം: വൈദികർ, മാതാപിതാക്കൾ, അധ്യാപകർ. തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമായുടെ മക്കളാകുന്ന നമുക്ക് ഈ വിശ്വാസം ഉണ്ടാവണം. 1819 പഞ്ചാബിൽ നിന്ന് ക്രിസ്ത്യാനിയായി തീർന്ന സാധു സുന്ദർ സിംഗ് ഈ മണപ്പുറത്ത് വന്നാണ്. പ്രസംഗമധ്യേ പറഞ്ഞു, തെക്കേ ഇന്ത്യക്കാരെ വടക്കേ ഇന്ത്യയിലെ ക്രിസ്തുമതം വളരെ കുറവാണ്. മിഷണറിമാരായ നിങ്ങൾ വന്ന യേശുവിനെ കുറിച്ച് പറയണം, നിങ്ങൾക്കേ അത് കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഗർഭിണികളായ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ വയറ്റിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. കുമ്പനാട് ഒരമ്മ അപ്രകാരം ചെയ്ത് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയാണ് സഭയിൽ വലിയ മെത്രാപ്പോലിത്തായി തീർന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത തിരുമേനി.
നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടണം. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന് സമ്മാനം. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പാരൻറ്റിങ് സ്റ്റാർട്ട്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി. പിതൃത്വവും മാതൃത്വവും ഗർഭധാരണത്തിലൂടെ ആരംഭിക്കുന്നു. 139 സങ്കീർത്തനം 14 വാക്യം. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. സൃഷ്ടിപ്പിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോൾ എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം ഇന്ന് ഭൂമിക്ക് ചരമഗീതം പാടുമ്പോൾ ദൈവം നമ്മെ എങ്ങനെ കാണും? ഈ ദുസ്ഥിതിക്ക് നാമും കാരണക്കാരല്ലയോ? ലോകത്തിൽ ജനിപ്പിക്കപ്പെടുന്ന എല്ലാ കുട്ടിയെയും കാണുമ്പോൾ ചോദിക്കണം, ഈ പൈതൽ എന്താകും? അപ്പോൾ ദൈവം നമ്മോടൊരു മറു ചോദ്യം ചോദിച്ചെന്ന് വരാം, ഈ പൈതൽ എന്താകണം? ഈ പൈതൽ എന്താകണം? പേരിടുമ്പോൾ അത് ഓർത്ത് പേരിടണം. എന്താകണം? ഒരു പേരിലൂടെയാണ് നിങ്ങളുടെ സ്വപ്നം പുറത്തേക്ക് വരുന്നത്. ഈ പൈതൽ എന്താകണം? ഒരു കത്തോലിക്ക അച്ഛൻ്റെ ഒരു തീസിസ് ഉണ്ട്, ഗർഭസ്ഥ ശിശുവിൻ്റെ രോദനം. അദ്ദേഹത്തിൻ്റെ തീസിസിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉളവാകുന്ന അണ്ഡം 6 ദിവസം കഴിയുമ്പോൾ ബ്ലാഷ് സിസ്റ്റത്തിൽ രൂപാന്തരപ്പെടും. 6 ആഴ്ച കഴിയുമ്പോൾ കുട്ടിയുടെ രൂപം ധരിക്കും. 8 ആഴ്ചയാകുമ്പോൾ തല, കാല്, കയ്യ് ഇവ വളരും. 7-ാമത്തെ ആഴ്ച ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. 3-ാം മാസം ഹൃദയം 4 അറകളോടുകൂടെ രൂപപ്പെടും. മോണ, നഖം, തലമുടി ഇവ പുറത്തു വരും. 7-ാമത്തെ ആഴ്ച ഓർഗൻസ് എല്ലാം പൂർണ്ണ നിലയിലാകും. 9 മാസം 6 ദിവസം ശിശു പൂർണ്ണ വളർച്ചയിലാകും. ഗർഭസ്ഥ ശിശുവിന് വേണ്ടി അച്ഛൻ പറയുന്നു, വളർച്ചയുടെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞ ദിനങ്ങളായിരുന്നു. അപ്പാ, അമ്മേ, അന്നൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. വീട്ടിൽ കലഹമായിരുന്നു. ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ ഓർത്തില്ല. എൻ്റെ വേദനയുടെ ആഴം നിങ്ങൾ ഗ്രഹിച്ചില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. നിങ്ങളെപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഗർഭസ്ഥ ശിശു ചോദിക്കുന്നു, എപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എലിസബത്തിനെ പ്രസവിക്കാനുള്ള കാലം കഴിഞ്ഞപ്പോൾ അവർ ഒരു മകനെ പ്രസവിച്ചു. 8-ാം നാളിൽ അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. ഊമനായിരുന്ന സഖര്യാവിൻ്റെ വായും നാവും തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ചുറ്റും പാർക്കുന്നവർക്ക് ഭയം, നാടിന് മുഴുവൻ സന്തോഷം. അവർ ഒന്നിച്ച് ചോദിച്ചു, ഈ പൈതൽ എന്താകും? വാർദ്ധക്യത്തിൽ ഒരമ്മ പ്രസവിച്ചിരിക്കുന്നു, ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഈ പൈതൽ എന്താകും? ലോകത്തിൽ ജനിപ്പിക്കപ്പെടുന്ന എല്ലാ പൈതങ്ങളെക്കുറിച്ചും നമുക്ക് ഈ ചിന്തയുണ്ടാവണം, ഈ ഭാരമുണ്ടായിരിക്കണം. ഈ പൈതൽ എന്താകും? ആദാമിൽ തുടങ്ങിയ ഈ ജനനം, സൃഷ്ടി ദൈവം ഇത്രത്തോളം തുടരുന്നുണ്ട്. ആദാമിൻ്റെ ജീവൻ ഇന്നും തലമുറയിലേക്ക് പകരപ്പെടുന്നു. ഓരോ കുട്ടിയെക്കുറിച്ചും നമുക്കൊരു സ്വപ്നമുണ്ടാവണം. ദൈവോന്മുഖരായി അവരെ വളർത്തണം. ദൈവ ഉദ്ദേശത്തിന് വേണ്ടി അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ മിടുക്കരാക്കുകയല്ല വേണ്ടത്, മക്കളെ നല്ലവരായി വളർത്താൻ പഠിക്കണം. എല്ലാ ജീവനും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നന്മ ചെയ്ത് ജീവിതം അർത്ഥപൂർണ്ണമാക്കണം. നന്മ ചെയ്ത് ജീവിതം അർത്ഥപൂർണ്ണമാക്കണം. ഒരു കർഷകൻ്റെ പശു, അവിടെ ഉണ്ടായിരുന്ന ഒരു പന്നി വന്ന് പരിഭവം പറഞ്ഞു. എന്നെ ആർക്കും ഇഷ്ടമല്ല, ചീത്ത വിളിക്കുന്ന പോലും എൻ്റെ പേര് പറഞ്ഞാണ്. എന്നാൽ നിൻ്റെ കാര്യം അങ്ങനെയല്ല, എല്ലാവരും നിൻ്റെ കണ്ണിനെക്കുറിച്ച് പറയുന്നു, സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു, മേനിയെക്കുറിച്ച് അഴക് പറയുന്നു. നീ പാല് മാത്രമല്ലേ കൊടുക്കുള്ളൂ. ഞാൻ ശരീരം മുഴുവൻ കൊടുത്താണ് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നത്, എന്നിട്ടും ആർക്കും എന്നോട് സ്നേഹമില്ല. അപ്പോൾ പശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ്, നീ കൊടുക്കുന്നത് ചത്തു കഴിയുമ്പോഴാണ്. മരണശേഷം കൊടുക്കുന്നത് ദാനമല്ല. മരിച്ചാൽ മാത്രം ഗുണമുള്ളവരുടെ മരണത്തിനായി ആളുകൾ കാത്തിരിക്കും. ജീവിച്ചാൽ പ്രയോജനമുള്ളവരുടെ ജീവന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കും. കർത്താവ് പഠിപ്പിക്കുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. യുവവേദിക്ക് വേണ്ടി വന്ന ആദ്യത്തെ ദിവസം പ്രസംഗിച്ച ഗിവർഗീസ് മാർ സ്തേഫാനോസ് തിരുമേനി പറഞ്ഞ ഒരു കഥ ഇങ്ങനെയാണ്. DYSPയുടെ വീട്ടിലേക്കൊരു ഫോൺ കോൾ. ഇത് DYSPയുടെ വീടല്ലേ? ഭാര്യ പറഞ്ഞു, അതെ.
2 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഫോൺ താഴെ വെക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫോൺ കോൾ. ഇത് DYSPയുടെ ഫോണല്ലേ? അതെ 2 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഫോൺ താഴെ വയ്ക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു. ഇത് DYSPയുടെ ഫോൺ അല്ലേ? അതെ മുമ്പേ എന്നെ വിളിച്ചാണല്ലോ, സെയിം സ്വരമാണല്ലോ. അദ്ദേഹം 2 ദിവസം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ആകാംക്ഷയോടെ ഈ ഭാര്യ ചോദിച്ചു, എന്താ ഇപ്രകാരം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? അപ്പോൾ മറുഭാഗത്തു നിന്ന് പറഞ്ഞു, അവൻ ചത്തു എന്ന് കേൾക്കാനുള്ള രസം കൊണ്ടാണ്. Better persons in God can produce better families, better society. Better husband and wife united by God can constitute better family. Better parenting in God can create better families, church and society. സാധാരണ ശിശുക്കളെ പോലെ ഭാഗ്യം കിട്ടാത്ത അനേകരും നമ്മുടെ മധ്യത്തിലുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകുന്ന പിള്ളേർ, വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളിൽ പോകാൻ കഴിയാത്തവർ, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ വലയുന്നവർ, ചെറുപ്പം മുതൽ നിത്യരോഗികൾ, 5 വയസ്സിനുള്ളിൽ ഡയബറ്റിക് പേഷ്യൻസായ കുട്ടികളുണ്ട്, പഠനം മുടക്കേണ്ടി വന്നവർ, ഓർഫനേജിൽ താമസിക്കുന്നവർ. 1, 2 ലോക മഹായുദ്ധത്തിൽ മരിച്ചവരെക്കാൾ കൂടുതലാണ് അബോർഷൻ മൂലം നാം കൊന്ന കുഞ്ഞുങ്ങൾ. അവർക്കും സ്വാതന്ത്ര്യമില്ലേ? അവരും ജീവിക്കണ്ടേ? ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം മൂലം ഗാസയിലെ കൊല്ലപ്പെട്ട കുട്ടികളെക്കുറിച്ച് അത് വായിക്കുമ്പോൾ എന്നും നമുക്ക് ദുഃഖമാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തൊട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? നമ്മുടെ നാടിന് എന്ത് പറ്റി? നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റി? നമ്മുടെ മക്കളെ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യം വിട്ടു പോകുന്നത്? ഇപ്പോഴത്തെ എല്ലാം പ്രസംഗ വിഷയം അത് തന്നെയാണ്. ഇതല്ലാതെ വേറൊന്നും പറയാനുമില്ല. എന്തിനു മക്കളെ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുന്നു? ഭാരതം പോലെ വൈവിധ്യം നിറഞ്ഞ നല്ലൊരു രാജ്യം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യ പോലെ നല്ലൊരു രാജ്യം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മക്കളെ നിങ്ങൾ തിരികെ വരുമോ? പഠിക്കാൻ പോക്കോ? നല്ല കാര്യം, പോയിക്കോ, വരണം. നമ്മുടെ കുട്ടികൾ നാട് വിടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? മാതാപിതാക്കളാണ്, നിങ്ങളാണ്. നിങ്ങൾ കാരണമാണ് ഇവരെ രാജ്യം വിട്ടു പോകുന്നത്. സ്നേഹവും കരുതലും നഷ്ടപ്പെടുത്തുന്ന ഭവനങ്ങൾ, അന്യോന്യം വഴക്കടിക്കുന്നവർ, മക്കളെക്കാൾ ജോലിയും പണവും വലുതെന്ന് കാണുന്നവർ, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകൾ, ചേതന നഷ്ടപ്പെട്ട നിർജീവമായ വീടുകളാണ് നമ്മുടെ പലതും. സമ്പത്തിൻ്റെ ധാരാളതയിൽ വളരുന്ന യൗവനം, ആത്മീകത ഇല്ലാത്ത ആരാധന. പള്ളി വന്നാലും മൊബൈൽ പിടിച്ചുകൊണ്ടാണ് കുർബാനയിൽ മധ്യത്തിലിരിക്കുന്നത്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വരുന്നു? ദൈവഭയമില്ലാത്ത ജീവിതം, തിരുവചനവുമായി ബന്ധമില്ലാത്ത കുട്ടികൾ. ഒരു വാക്യം ചെല്ലാതെ അത്താഴം തരികയില്ല എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ജനിച്ച ആളാണ് ഞാൻ. ഓരോ ദിവസവും അത്താഴത്തിന് മുമ്പേ അമ്മയെ വാക്യം ചൊല്ലിക്കേൾപ്പിക്കണം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഞാൻ പഠിച്ച് ചോറ് മേടിച്ച വാക്യമാണ്. നമ്മുടെ ഒന്നും പിള്ളേർ വേദവസം വായിക്കുന്നില്ല. ആദ്യ കുർബാനയ്ക്ക് വന്ന് നിരന്ന് നിൽക്കുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വേദവസം മുഴുവൻ വായിച്ചവർ കൈപൊക്കാൻ. എത്രയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എവിടെ പോയത്? എന്ത് വിശ്വാസം, എന്ത് ക്രിസ്ത്യാനി, എന്ത് മാർത്തോമ, എന്ത് നവീകരണം? വേദപുസ്തകം വായിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകും? വാട്സപ്പ് മെസ്സേജിൽ ഞാൻ കണ്ടു, ഒരാൾ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നു, വേദപുസ്തകം വായിക്കാത്തത് ക്രിസ്ത്യാനികൾ മാത്രമാണ്, നമ്മളൊക്കെ വല്ലപ്പോഴും വായിക്കും. എനിക്ക് അത്ഭുതം തോന്നി. ശരിയല്ലേ? നിങ്ങൾ പറ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, നിങ്ങൾ വായിക്കുന്നുണ്ടോ? എല്ലാവരും ഓടുകയാണ്. ഗദരദേശത്തിലെ പന്നികളെ പോലെ ഓടുകയാണ്. കടും തൂക്കത്തോടെ പോയി ചാകാൻ ഓടുകയാണ്. എങ്ങോട്ട് പോവുകയാണ്? നമ്മുടെ പള്ളി ആരാധന മിക്കവാറും നിർജീവമാണ്. കുട്ടികൾക്ക് പങ്കാളിത്തമില്ലാത്ത ആരാധന കൂടാതെ സൺഡേ സ്കൂളില്ലാന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. ഇപ്പോൾ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട്, പറ്റില്ല. ഒരു കുർബാനയുമായിട്ട് ബന്ധമില്ലാതെ സൺഡേ സ്കൂൾ പഠിച്ചാലും പഠിപ്പിച്ചാലും കുഴപ്പമാണ്, ഉണ്ടായിരിക്കണം. ആരാധന കൂടാതെ സൺഡേ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നില്ല. വിശുദ്ധ സ്നാനത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർക്കപ്പെട്ട എല്ലാവരും നിത്യത വരെ പോകുന്ന വലിയ ബന്ധത്തിലാകുന്നെന്ന് ഓർത്തിരിക്കണം. ഈ പൈതൽ എന്താകണം? ഇന്ത്യക്കാരന് നീതിസാരം പറയുന്നു 4 കാര്യങ്ങളാണ്.
5 വയസ്സ് വരെ രാജകുമാരന്മാരെ പോലെ വളർത്തണം, രാജകുമാരിമാരെ പോലെ വളർത്തണം, താഴ്ത്തു വെക്കാതെ വളർത്തണം, സ്നേഹം കൊടുത്ത് വളർത്തണം, സെൽഫ് കോൺഫിഡൻസ് അവരിൽ വളർത്തിയെടുക്കണം. 5 മുതൽ 10 വയസ്സ് വരെ അടിമകളെ പോലെ കരുതണം, നിർദാക്ഷിണ്യം അവരോട് ഇടണം. 6 മണിക്കാണ് ഇവിടെ വീട്ടിൽ വന്നിരിക്കണം, 6:30ക്കാണ് വീട്ടിലെ പ്രാർത്ഥന, വേദപുസ്തകമായിട്ട് വന്നിരിക്കണം, രാവിലെ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, പോയിരിക്കണം, സംസാരിച്ചുകൂടാ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ 10 വയസ്സ് വരെ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചോണം. അത് കഴിഞ്ഞ് ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. 5 വയസ്സ് വരെ എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് പഠിക്കാം: പ്രാർത്ഥിക്കാൻ, വേദപുസ്തകം വായിക്കാൻ, ദാനം ചെയ്യാൻ, ധർമ്മം കൊടുക്കാൻ, ഉപവസിക്കാൻ. 10 മുതൽ 15 വരെ മന്ത്രിമാരെ പോലെ ഉപദേശിക്കണം, കേൾക്കണം, വീട്ടുകാര്യങ്ങളെല്ലാം കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവർക്ക് തോന്നും, ഐ ബിലോങ് ടു ദിസ് ഫാമിലി, ഈ വീട് എൻ്റെയും കൂടെ ആണല്ലോ എന്നൊരു ബോധ്യം അവർക്കുണ്ടാകും. 15 മുതൽ മുകളിലോട്ട് ട്രീറ്റ് ദം ആസ് ഈക്വൽ, സമന്മാരെ പോലെ കരുതണം. ഇങ്ങനെ ചെയ്താൽ ഒരു കുട്ടിയും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകത്തില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ ആണ് ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. വീട് ഭവനമാക്കണം, ബന്ധങ്ങളിൽ ശക്തരാകണം. ബിറ്റ്വീൻ ദ റൂഫ് ആൻഡ് ദ ഫ്ലോർ ദർ ഇസ് എ സെറീൻ ഫീലിംഗ്, ഹോം നോട്ട് ഹൗസ്. ഒരു ഹൗസ് ഹോം ആക്കുന്ന രീതിയിൽ ബന്ധങ്ങളിൽ അതുണ്ടാക്കിയെടുക്കണം. കുട്ടികളെല്ലാം രാജ്യത്തിൻ്റെ സമ്പത്താണ്, കുട്ടികളെല്ലാം കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണ്, കുട്ടികളെല്ലാം സഭയുടെ സ്വത്താണ്, കുട്ടികളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ്. ഇതിൻ്റെ ഡെപ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെല്ലാം നല്ല താലന്തുള്ള കുട്ടികളാണ്, മിടുക്കരാണ്, ഉത്കർഷേച്ഛയുള്ളവരായി അവരെ വളർത്തണം. എനിക്ക് സങ്കടമാണ്, വളരെ സങ്കടമാണ്, ഒരിടത്തും ഇവരെ കണ്ടുകിട്ടാൻ പറ്റുന്നില്ല. പള്ളി കാണുന്നില്ല, ഒരു കൂദാശയെ കാണുന്നില്ല, ഒരു വിവാഹത്തിന് തോഴ്മക്കാരുടെ കൂടെ നിൽക്കുന്ന 2-3 പിള്ളേരുണ്ടെന്നല്ലാതെ ബാക്കിയൊന്നുമില്ല. ഒരു മരണത്തിന്, ശവമടക്കിന് ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. കൺവെൻഷൻ യോഗങ്ങൾ ഞാൻ നിരന്തരം പറഞ്ഞിട്ട് 6 പേരാണ് ആദ്യ ദിവസം വന്നത്, പിന്നെ 8 ആയി, പിന്നെ 12 ആയി, 30 കൊണ്ട് നിന്ന് പോയി. എവിടെ പോയി? കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ചതാണ്, ബാലനില്ലാതെ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും. ബാലനില്ലാതെ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? ഈ വേദന പേരൻസിനുണ്ടായിരിക്കണം. സഭ ഇതിനെ ഗൗരവമായി കാണണം, വൈദികർ ഇതിനെ കാര്യമായി കാണണം. അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിൽ ഇവർ ഉറപ്പിക്കണം. എന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസം അല്പമെങ്കിലും അവരെ പഠിപ്പിച്ചിട്ട് പൊയ്ക്കോ, മക്കളെ പൊക്കോ, നന്നായി വരിക എന്ന് പറഞ്ഞു വിടുക. അതുപോലുമില്ലെങ്കിൽ ഒരു സമുദ്രത്തിൻ്റെ നടുക്കടലിൽ ചെന്ന് വീഴുന്നത് പോലെ ഇരിക്കും. എഫ്രൈം മലനാട്ടിലെ കുട്ടികളെ പോലെ, ആളുകളെ പോലെ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ചോദിക്കാം, ഈ പൈതൽ എന്തായിത്തീരും?